സരിദാസ്, ബി ഗോപാലകൃഷ്ണൻ ഇന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കേട്ടാൽ തോന്നും തൊട്ട് മുമ്പ് എപ്പോഴോ ജി സുധാകരനെ പോയി കണ്ടു. അദ്ദേഹം BJP-യിൽ ചേരാൻ അദ്ദേഹം പാതി മനസ്സിൽ സന്നദ്ധനായി നിൽക്കുകയായിരുന്നു. ഏകാത്മ മാനവ ദർശനം എന്ന പുസ്തകം അദ്ദേഹം സസന്തോഷം സ്വീകരിച്ചു. ഷാൾ അണിയിച്ചതോടുകൂടി അദ്ദേഹം പകുതി BJP അംഗത്വം സ്വീകരിച്ചു. ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങളെ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നത് എന്തിനാണ് എന്നല്ലേ സ്വാഭാവികമായും നമ്മൾ ചോദിക്കുക. കാരണം ശ്രീ ജയചന്ദ്രൻ ഇവിടെ അവകാശപ്പെടുന്നു അദ്ദേഹത്തിന് ചില ഉറപ്പുകൾ അന്ന് കൊടുത്തിരുന്നു. ഒരു കൊല്ലം മുമ്പ് കണ്ട സന്ദർശനത്തെക്കുറിച്ചാണ് 2023-ൽ. അപ്പോൾ പറഞ്ഞത് താങ്കൾക്ക് ഗവർണർ പദവി നൽകാം, അതല്ലെങ്കിൽ രാജ്യസഭാംഗത്വം നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം നൽകാം. ഇങ്ങനെ തുടങ്ങി വാഗ്ദാനങ്ങൾ നൽകി ജി സുധാകരനെ പോലെ ഒരാളെ പാട്ടിലാക്കാൻ നടത്തിയ നീക്കമാണ് പൊളിഞ്ഞുപോയത് എന്നല്ലേ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്? അല്ല ഗോപി, BJP-യുടെ സംഘടനാ പദ്ധതിയുടെ ഭാഗമായിട്ട് BJP-യോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും എതിർപക്ഷത്ത് നിൽക്കുന്നവരെയും പൊതുപ്രവർത്തകരെയും ഒക്കെ കാണുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ പ്രത്യേക മാസം നടത്തുന്ന ഒരു കാര്യപദ്ധതിയുമല്ല. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത്. അതിൽ അനവധി ആൾക്കാരെ പോയി കാണാറുണ്ട്, പലരും കാണാറുണ്ട്, ഞങ്ങളുമൊക്കെ പോകാറുണ്ട്. അവരുമായിട്ട് ആശയവിനിമയം നടത്തും. മോഡി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായാറുണ്ട്, നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ പലതും പതിവുണ്ട്. ആ നിലയിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടായിരിക്കണം ഗോപാലകൃഷ്ണൻ പോയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങൾ. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളുടെയൊക്കെ സംശയം പോലെ ഞാനും കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഞാനും കാണുകയുണ്ടായി. അപ്പോൾ ആ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നേതാക്കന്മാരുടെ യാത്രകൾക്കൊപ്പം, പരിപാടികൾക്ക് പങ്കെടുക്കാനുള്ള യാത്രകൾക്കൊപ്പം അതാത് ഭാഗത്ത് ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള നേതാക്കന്മാരെ കാണാറുണ്ട്. കോൺഗ്രസ്സുകാരായിട്ടുള്ളവരെ കാണാറുണ്ട്, പല മുസ്ലിം നേതാക്കന്മാരെ കാണാറുണ്ട്, അങ്ങനെ പലരെയും കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കും ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഗോപാലകൃഷ്ണൻ പോയിട്ട് അദ്ദേഹത്തിന് ഗവർണർ പദവി വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ മന്ത്രിപദം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ അതിപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞ കാര്യമാണ്. ഏതായാലും സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഗോപാലകൃഷ്ണനും അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആ നിലയിലുള്ള ഒരു സന്ദർശനവും സംഭാഷണവും അല്ല BJP ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയാണ്. അല്ലാതെ സുധാകരൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഗവർണറാക്കാം നിങ്ങളെ, അല്ലെങ്കിൽ ഞാൻ രാജ്യസഭയിൽ എടുക്കാം, കേന്ദ്രമന്ത്രിയാക്കാം എന്നൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ BJP-യിലേക്ക് ഒരുപാട് പേര് ഈ അടുത്ത കാലത്ത് വരുന്നുണ്ട്. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം ഗോപി, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ചില പോളിസീസിനെ പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് അത് നല്ലതാണെന്ന് പറയാനുള്ള ധൈര്യം കാട്ടിയ നേതാവ് കൂടിയാണ് ജി സുധാകരൻ. അത് മറന്നുകൂടാ. ചില സന്ദർഭങ്ങളിൽ ജി സുധാകരൻ്റെ പ്രസ്താവനകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിലുണ്ടായ പൊല്ലാപ്പുകളും ചർച്ചകളും ഒക്കെ നമ്മളിവിടെ കേരളത്തിൽ കണ്ടിട്ടുമുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തുറന്ന് പറയുന്ന ശീലമുള്ള ആളാണ്. കറപ്റ്റ് അല്ലാത്തൊരു പൊളിറ്റീഷ്യനാണ്. ദീർഘകാലമായിട്ട് പൊതുരംഗത്ത് വന്നിട്ടും ചീത്തപ്പേര് കേൾക്കാത്ത ഒരു നേതാവുമാണ്. ആ വസ്തുതയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ആൾക്കാരെ BJP-യിലേക്ക് സ്വീകരിക്കാൻ ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അല്ലാതെ ഞങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്കൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല. ഇതുപോലെ അനവധി ആൾക്കാർ, പൊതുസമൂഹത്തിലുള്ള അനവധി ആൾക്കാർ BJP-യിൽ ചേർന്നുകൊണ്ടേയിരിക്കും. ശരി ഹരിദാസ് സാർ, നമുക്ക് ഒരു രണ്ടാം ഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായി ഇത് ചർച്ച ചെയ്യാം. മാത്രമല്ല ബി ഗോപാലകൃഷ്ണൻ ഈ ചർച്ച കാണുകയും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എതിർപ്പ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്.